കാറ്റത്ത് കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സുധീഷുമൊത്ത് വീട്ടിലേക്കുള്ള യാത്രയിൽ തറവാട്ടമ്പലത്തിലേക്ക് പോകുന്നതിനെ കുറിച്ച് സുഭാഷ് സംസാരിക്കുകയാണ്. പോകാൻ വഴിപാട് നടത്താന്നൊക്കെ തീരുമാനിച്ചെങ്കിലും ഏത് അമ്പലമാണെന്ന് അറിയണ്ടേ, എന്നാലും എവിടെയായിരിക്കും അത് എന്ന് സുഭാഷ് സംശയത്തോടെ പറയേ. സുഭാഷ് ഏട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ദൈവങ്ങൾക്കെ നമ്മുടെ അവസ്ഥ നമ്മളെക്കാളും മനസ്സിലാവൂലേ എന്ന് സുധീഷ് ചോദിക്കേ. എന്തേ എന്ന് സുഭാഷ് ഏട്ടനും. അല്ല, ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയി വഴിപാട് ചെയ്തിട്ടെ അത് ഞങ്ങളുടെ ദൈവത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞ പോരെ. നമ്മൾ മനുഷ്യന്മാരൊക്കെ അങ്ങനെ ചെയ്യുന്നതല്ലേ, പക്ഷെ ദൈവം അങ്ങനെ ചെയ്യൂലെന്നാണോ സുഭാഷ് ഏട്ടൻ വിചാരിക്കുന്നത് എന്ന് സുധീഷ് ചോദിക്കേ. ദേ, നീ പറയുന്നതാ ദൈവദോഷം, മിണ്ടാതെ അങ്ങോട്ട് നടക്ക് എന്ന് സുഭാഷ് അവനെ വഴക്കു പറയേ. ഞാൻ പറഞ്ഞത് ലോജിക്കല്ലേ ഏട്ടാ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. നടക്കെന്ന് വിളിച്ച് അവനെയും വിളിച്ച് നടന്നു നീങ്ങുമ്പോഴാണ് സ്കൂട്ടറിൽ അതുവഴി പോയ ഗംഗാധരനും അവരെ കണ്ട് വണ്ടി നിർത്തി തിരിച്ച് അവരുടെ അടുത്തേക്ക് വണ്ടി തിരിക്കുന്നത്. സുധീഷ് വീണ്ടും പറയുക, എന്നാലേ ഞാനേ ഒരു പണി ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്, അത് ഫലിച്ചു കഴിഞ്ഞാൽ തറവാട്ടമ്പലം എവിടെയാണെന്ന് നമുക്കറിയാൻ പറ്റും എന്നവൻ പറയേ. എന്താടാ എന്ന് സുഭാഷും ചോദിക്കുക. അതൊക്കെ പറയാം, സമയം വരട്ടെ എന്ന് സുധീഷ് പറയാ. എടാ, ഇനി എപ്പോ സമയം വന്നിട്ട് പോവാനാ എന്ന് സുഭാഷ്. അപ്പോഴേക്കും വെല്ലച്ചൻ അവരുടെ അടുത്ത് വണ്ടി നിർത്തി എടാ സുഭാഷ് എന്ന് വിളിക്കുക. അത് കണ്ട് സുധീഷും സമയമായല്ലോ എന്ന് ചിരിയോടെ പറയേ. വെല്ലച്ചനും പറയുന്നുണ്ട്, അതെ, തറവാട്ടമ്പലം എവിടെയാണെന്ന് ചോദിച്ചില്ലേ, ദൈവത്തിന്റെ കാര്യമായതുകൊണ്ട് ഒളിച്ചു വെക്കുന്നില്ല, അത് മാടായിപ്പാറ ദേവീക്ഷേത്രം എന്ന് വെല്ലച്ചൻ പറയുന്നത് കേൾക്കാൻ വളരെ സന്തോഷം വെല്ലിച്ച എന്ന് സുഭാഷും. സുനന്ദയുടെ കല്യാണം നടക്കാൻ നീ ഒരു സഹായം ചെയ്തു, അതിനുള്ള പ്രത്യുപകാരമായി ഇത്. നീ ചോദിച്ചത് കൊണ്ട് മാത്രമാ ഞാൻ ഇത് പറഞ്ഞത്, അതുകൊണ്ട് നീ മാത്രം പോയാൽ മതി, എല്ലാ അലവലാദികളെയും കൂട്ടി പോവാൻ നിൽക്കരുത്, മനസ്സിലായല്ലോ. തറവാട്ടമ്പലം എവിടെയാണെന്ന് പറഞ്ഞു തന്നതുകൊണ്ട് തറവാടിന്റെ ഭാഗമായി എന്ന് നീ വിചാരിക്കണ്ട, അതൊരിക്കലും സംഭവിക്കാനും പോകുന്നില്ല, മനസ്സിലായല്ലോ എന്ന് വെല്ലച്ചൻ ചോദിക്കേ. ഓ, മനസ്സിലായി എന്ന് സുധീഷ്. വെല്ലച്ചനും തന്റെ വണ്ടി എടുത്ത് പോവുകയാ. അയാൾ എന്തിനാ നമ്മളെ തറവാട്ടിൽ ചേർക്കാതിരിക്കുന്നത്, നമുക്ക് അയാളെ ചേർക്കാതിരുന്ന പോരെ എന്ന് സുധീഷും ചോദിക്കുക. അതൊക്കെ എന്തെങ്കിലും ആവട്ടെ, സ്ഥലം അറിഞ്ഞല്ലോ, അത് മതി. എടാ, ഞാൻ പറഞ്ഞില്ലേ ഈശ്വരൻ നമ്മളെ അത് അറിയിക്കുമെന്നുള്ള കാര്യം, ഇപ്പൊ നടന്നില്ലേ, പറയില്ലെന്ന് പറഞ്ഞ ആള് തന്നെ ഇപ്പൊ പറഞ്ഞില്ലേ എന്ന് സുഭാഷ് ചോദിക്കേ. അതിനൊരു കാരണമുണ്ട് മോനെ സുഭാഷേ എന്ന് സുധീഷ് ചിരിയോടെ പറയേ. എന്ത് കാരണം എന്ന് സുഭാഷ് ഏട്ടനും. സുധീഷും ചിരിയോടെ അക്കാര്യം ഓർത്തെടുക്കുക. സുധീഷ് ഒരാളെ സ്വാമിജിയുടെ വേഷം കെട്ടിച്ച് അയാളെ കവലയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ ചെന്ന് ഞാൻ പറയുന്ന പോലെ അങ്ങ് പറയണം, തെറ്റിക്കരുത് കേട്ടോ എന്ന് പറയേ. സാറേ, ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് ഗതി പിടിക്കാതെ പോയ ഞാൻ ഈ വേഷം കെട്ടി ഇറങ്ങിയപ്പോഴാ കയ്യിൽ 4 തുട്ടു തടഞ്ഞത്. ആവേശത്തോട് ഞാൻ കൂറ് കാണിക്കാതിരിക്കോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇതിനും നല്ല വരുമാനമാണല്ലേ എന്ന് സുധീഷും ചോദിക്കുക. അങ്ങനെയൊന്നുമില്ല, കഷ്ടിച്ച് ജീവിച്ചു പോകുന്നു എന്ന് അയാളും. സുധീഷ് അപ്പോഴേക്കും ചായക്കടയിൽ ഇരിക്കുന്ന വെല്ലച്ചനെ ചൂണ്ടിക്കാണിച്ച് ചേട്ടൻ ചെന്ന് സംസാരിക്കേണ്ടതേ ആ ആളോടാ, ആ ചായക്കടയിൽ ഇരിക്കുന്നില്ലേ ആ ആളോട്. പിന്നെ പറയേണ്ടതൊക്കെ എന്താണെന്ന് മനസ്സിലായല്ലോ എന്ന് സുധീഷ് ചോദിക്കേ. ഒരു തവണ കൂടി പറയൂ സാറേ എന്ന് അയാളും. എടോ, താനത് കൊളാക്കോ എന്ന് സുധീഷ് ചോദിക്കേ. ഇല്ലെന്നേ, ഒരു ഉറപ്പിന് വേണ്ടിയിട്ടല്ലേ എന്നയാൾ പറയേ. സുധീഷ് രഹസ്യമായി അയാളുടെ ചെവിയിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുക. ഓക്കെ അല്ലേ, ഇനി ചെല്ലെന്ന് സുധീഷ് പറയേ. ഇനി ആ ദക്ഷിണ കൂടി ഇങ്ങ് തന്നേക്ക് എന്ന് പറഞ്ഞ അയാൾ കൈനീട്ടുകയാ. അത് കാര്യം കഴിഞ്ഞിട്ട് തന്ന പോരെന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. ഒരു ദൈവിക കാര്യമല്ലേ, ആദ്യം തരുന്നതാ അതിന്റെ ഒരു മര്യാദ എന്നാ ചേട്ടൻ പറയേ. അത് ഞാൻ കാര്യം കഴിഞ്ഞിട്ട് കണ്ടോളന്നേ എന്ന് സുധീഷും. അഡ്വാൻസ് ആയിട്ട് തന്നാലേ കാര്യങ്ങൾക്കൊരു ഗുമ്മുണ്ടാവും, അതുകൊണ്ടാണെന്ന് അയാൾ ചിരിയോടെ പറയേ. സുധീഷ് കുറച്ച് കാശെടുത്ത് അയാൾക്ക് കൊടുക്കുക. ഇതോ എന്നയാൾ ചോദിക്കുക. എടോ, താൻ കാര്യം നടത്തിയിട്ട് വാ, എന്നിട്ട് തരാൻ ബാക്കി എന്ന് സുധീഷ് പറയേ. അയാൾ ആ കാശ് പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് കുറച്ച് മന്ത്രങ്ങളെല്ലാം ഉച്ചത്തിൽ ജപിച്ച് പോയിട്ട് വരാവേ എന്ന് സുധീഷിനോടായി പറയുകയാ. അതെ, ഇത്രയ്ക്ക് ഡെക്കറേഷൻ ഒന്നും വേണ്ട, ഒരു തട്ടങ്ങ് കുറച്ചേക്ക് എന്ന് സുധീഷ് താക്കീത് നൽകെ. ശ്രമിക്കാം എന്ന് പറഞ്ഞ് അയാൾ അങ്ങോട്ട് ചെല്ലുകയാ. ഈശ്വര, ഇയാൾ ഇത് കൊളാക്കോ എന്ന് പെറുപിറുത്ത് നിൽപ്പാ സുധീഷും. അയാൾ ചായക്കടയിലിരുന്ന് ചായ കുടിക്കുന്ന ഗംഗാധരന്റെ അരികിലേക്ക് ചെന്ന് കുറച്ച് ശബ്ദമുണ്ടാക്കി. തറവാട്ടമ്പലം എവിടെയാണെന്ന് അന്വേഷിച്ച പൈതങ്ങളോട് അറിയില്ലെന്ന് പറയാൻ നീ ആര്? നിന്നെ പോലെ അവരും എന്റെ പൈതങ്ങളാണെന്ന് നീ മറന്നുപോയല്ലേ? എടാ കൂശ്മാണ്ട വിഡ്ഢി, നിങ്ങൾ മനുഷ്യന്മാര് തമ്മിലുള്ള പ്രശ്നത്തിന് ദൈവത്തിന് എന്താടാ കാര്യം? നീ അവരെ സ്വന്തം കുടുംബ കോവിലിൽ നിന്ന് അകറ്റി നിർത്താൻ ശ്രമിക്കുന്നത് ശരിയാണോ? ആണോന്ന് എന്നയാളുടെ പെർഫോമൻസ് കണ്ട് ഭയങ്കര എന്ന് സന്തോഷത്തോടെ പറയുന്നുണ്ട് സുധീഷും. അത് സ്വാമി എന്നൊരു പരങ്ങളോടെ ഗംഗാധരൻ പറയേ. ഏത് സ്വാമിയാ എന്ന് അയാളും. ഈ സ്വാമി തന്നെ എന്ന് ഗംഗാധരനും. എന്ന ഉത്തരം പറ എന്ന് സ്വാമി ചോദിക്കേ. ശരിയല്ല എന്ന് ഗംഗാധരനും സമ്മതിക്കുകയാണ്. ദൈവത്തെ മറച്ചു വയ്ക്കാൻ ആർക്കാടാ അവകാശം എന്ന് സ്വാമി ദേഷ്യത്തോടെ ചോദിക്കേ. ആർക്കുമില്ല സ്വാമി എന്ന് ഗംഗാധരനും. ഫ്രോഡ് സ്വാമി കലക്കുന്നുണ്ട് എന്ന് സന്തോഷത്തോടെ പറയുക സുധീഷും. നിന്നെയൊക്കെ നിന്റെ തട്ടുംപുറത്തപ്പൻ വെറുതെ വിടുമെന്ന് വിചാരിച്ചോടാ എന്നാ സ്വാമി ചോദിക്കുന്നവൾക്ക്. തട്ടുംപുറത്തപ്പനോ എന്ന് സംശയത്തോടെ ചിന്തിക്കുന്നുണ്ട് സുധീഷും. എന്നെ കാണണമെന്ന് വിചാരിക്കുന്നവരെ നീ തടുക്കാൻ നോക്കണ്ട, കേട്ടല്ലോ. വ്യക്തമായ സ്ഥലവും വഴിയും നീ തന്നെ പറഞ്ഞു കൊടുത്തേക്കണം, കേട്ടല്ലോ.
കുടുംബ കോവിലേക്ക് വരുമ്പോ മുണ്ടരികാക്ഷ രക്ഷിക്കണേ മുണ്ടരികാക്ഷ രക്ഷിക്കണേന്ന് 3 പ്രാവശ്യം പറയണം. നാം അവിടെ ഉണ്ടാവും. തൊഴുതോളൂ എന്നാ സ്വാമി പറയുന്നത് കേൾക്കെ ഗംഗാധരൻ എഴുന്നേറ്റ് തൊഴുതു നിൽക്കുകയാ. ചായക്കടയിലെ രാജേട്ടനോടായി നിങ്ങൾക്കും വേണമെങ്കിൽ തൊഴാം എന്നാ സ്വാമി പറയുന്നുണ്ട്. ഓ വേണ്ട എന്ന് രാജേട്ടൻ പറയുന്നത് കേൾക്കെ സ്വാമി അവിടുന്ന് മെല്ലെ നടന്നു നീങ്ങുക. ഗംഗാധരൻ അപ്പോഴും തൊഴുകൈകളുമായി നിൽപ്പാ. ഗംഗാധര സ്വാമി പോയി, കണ്ണു തുറന്നോ എന്ന് രാജേട്ടൻ പറയുന്നത് കേൾക്കെ ഗംഗാധരനും കണ്ണു തുറന്നുകൊണ്ട് എന്നാലും ആ സ്വാമി അതെങ്ങനെ അറിഞ്ഞുന്നാ? ദൈവത്തിന്റെ കളികളല്ലേ ഗംഗാധര, ആർക്ക് പറയാൻ പറ്റുമെന്ന് രാജേട്ടനും. ശരിയാ എന്ന് പറഞ്ഞ് കൈകൂപ്പി കണ്ണടച്ചുകൊണ്ട് അമ്മയെ മഹാമായെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഗംഗാധരനും. അയാൾ സുധീഷിന്റെ അരികിലേക്ക് ചെന്ന് ആ പുത്ര ഇനി എല്ലാം ശരിയാകും എന്ന് പറയുന്നത് കേൾക്കെ എടോ ഓടനാടോ ഓമനക്കുട്ട എന്നോട് തന്നെ വേണോ കളി എന്ന്. എന്തായാലും പെർഫോമൻസ് കളക്കി കൊള്ളാമെന്ന് സുധീഷ് അഭിനന്ദിക്കുന്നുണ്ട്. അല്ല ബാക്കി ദക്ഷിണ കിട്ടിയിരുന്നെങ്കിൽ സ്വാമിക്ക് പോകാമായിരുന്നു എന്ന് ഓമനക്കുട്ടൻ ചോദിക്കെ സുധീഷ് ഒരു 200 രൂപ എടുത്ത് കൊടുക്കുകയാ. 200ഓ? 1000 സ്വാമി ആവശ്യപ്പെട്ടത് എന്ന് സ്വാമി പറയേ എന്റെ സ്വാമി 500-നുള്ള പണിയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇതെന്റെ ഒരു സന്തോഷമായി കണ്ട് പോവാൻ നോക്കിയേ ചെല്ലുന്നേ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും സ്വാമി ഉച്ചത്തിൽ വീണ്ടും മന്ത്രം ജപിക്കാനായി തുടങ്ങുകയാ. മതി മതി പോവാൻ നോക്ക് എന്ന് സുധീഷ് പറയേ എന്നാൽ അടുത്ത ഉടായ്പിനെ കാണാൻ വത്സ, നന്നായി വരും എന്നവനെ അനുഗ്രഹിച്ച് ഓമനക്കുട്ടൻ നടന്നു നീങ്ങുകയാ. ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ച് ചിരിയോടെ നിൽക്കുന്ന സുധീഷിനെ കണ്ട് എടാ നീ എന്താ ഈ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നേ എന്നവനെ സുഭാഷേട്ടൻ തട്ടി വിളിക്കുന്നുണ്ട്. എടാ വല്യച്ഛൻ ഇങ്ങനെ ചെയ്തതിന് ഒരു കാരണമുണ്ടെന്ന് നീ പറഞ്ഞില്ലേ, എന്താ അതിന് കാരണം എന്ന് സുഭാഷേട്ടൻ ചോദിക്കേ അത് സുഭാഷേട്ടന് മനസ്സിലായില്ലേ? സുഭാഷേട്ടൻ പറഞ്ഞോ തന്നെയാന്നേ, ഭഗവാന്റെ അനുഗ്രഹം, നമ്മൾ അങ്ങോട്ട് ചെല്ലണമെന്നത് ഭഗവാന്റെ നിശ്ചയമായിരിക്കും എന്ന് സുധീഷ് പറയുന്നവർക്ക് അതെ ഇപ്പൊ നിനക്കത് മനസ്സിലായല്ലോ, നടക്കെന്ന് അവനെ വിളിച്ചുകൊണ്ട് പോവുകയാ സുഭാഷേട്ടൻ. തറവാട്ടമ്പലം എവിടെയാണെന്ന് വല്യച്ഛൻ പറഞ്ഞതറിഞ്ഞ് നിധിയും പറയുന്നുണ്ട്. അതെ സുഭാഷേട്ടാ, ശരിക്കും ഈശ്വര അനുഗ്രഹം തന്നെയാ, അല്ലെങ്കിൽ അയാൾക്ക് അങ്ങനെ തോന്നേണ്ട കാര്യമില്ലല്ലോ എന്ന്. അത് കേട്ട് ചിരിയോടെ നോക്കി നിൽപ്പാ സുധീഷും. അതെ എന്നാ പിന്നെ നാളെ തന്നെ തറവാട്ടമ്പലത്തിലേക്ക് പോയാലോ? മോൾ ഓക്കെയാണോന്ന് സുഭാഷേട്ടൻ ചോദിക്കെ ചാന്ദിനി ഉള്ളത് കൊണ്ട് ഓൾറെഡി 2 ദിവസം ലീവ് പറഞ്ഞിട്ടുണ്ട്, വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് നിധിയും. എടാ വർക്ക്ഷോപ്പിൽ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് സുഭാഷേട്ടൻ ഹരീഷിനോടായി ചോദിക്കെ അവിടെ ചന്തവും ടിറ്റോയും ഉണ്ടല്ലോ എന്ന് ഹരീഷും. അപ്പൊ അതൊക്കെ എന്ന് സുഭാഷേട്ടൻ പറയേ സുധീഷേട്ടന് പിന്നെ പണിയൊന്നും ഇല്ലാത്തോണ്ട് കുഴപ്പമില്ല അല്ലേ എന്ന് നികേഷും ചോദിക്കുക. ദേ ചെറുക്കാതെ വേണ്ട വേണ്ട എന്നവനെ വഴക്കു പറഞ്ഞ് എന്റെ ലൈസൻസ് ഞാൻ തിരികെ മേടിച്ചു, നാളെ മുതൽ വണ്ടി ഓടിക്കാം, പിന്നെ വരണോ വേണ്ടയോ എന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നവൻ പറയുന്നതൊക്കെ അതെന്താടാ സുധീഷെ അവസാന നിമിഷം നീ ഇങ്ങനെ പറയുന്നേ എന്ന് സുഭാഷേട്ടനും ചോദിക്കുന്നുണ്ട്. അല്ല എല്ലാരും കൂടി ചേർന്ന് നിർബന്ധിച്ചു കഴിഞ്ഞാൽ ഞാൻ വരാട്ടോ എന്ന് സുധീഷും. നികേഷും സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. എന്നാലും നമ്മളെ കണ്ടു കഴിഞ്ഞപ്പോ അമ്പലം എവിടെയാണെന്ന് പറയാൻ കൂട്ടാക്കാത്ത ആളെ ഇപ്പൊ എങ്ങനെ മനസ്സ് മാറിയെന്നാ? അതൊക്കെ ഉണ്ട് മക്കളെ എന്ന് സുധീഷ് ചിരിയോടെ പറയേ എന്തേ സുഭാഷേട്ടൻ വല്ല ഉടായ്പും കാണിച്ചാ എന്ന് ഹരീഷും ചോദിക്കുക. ഞാനല്ല, സാക്ഷാൽ ആണ്ടവൻ, എല്ലാ വേഷങ്ങളും കെട്ടാൻ കഴിവുള്ള സാക്ഷാൽ പരമേശ്വരൻ എന്ന് സുധീഷ് ചിരിയോടെ പറയേ സുഭാഷേട്ടനും പറയുന്നുണ്ട്. അത് ശരിയാടാ, വല്യച്ഛന് നമ്മളോട് പതിവില്ലാത്തൊരടുപ്പം തോന്നാൻ കാരണം ഈശ്വര അനുഗ്രഹം തന്നെയാ. കുറച്ചു നാളായിട്ട് വല്യച്ഛന് നമ്മുടെ സുഭാഷേട്ടനോട് സ്നേഹം കൂടുന്നുണ്ടോന്നുള്ള സംശയം ഇല്ലാതില്ല എന്ന് നികേഷ് സംശയത്തോടെ പറയേ എടാ അതൊന്ന് സുനന്ദയെ കല്യാണം കഴിക്കാൻ നിൽക്കാതെ വിട്ടുകൊടുത്തില്ലേ, അതുകൊണ്ടാവും എന്ന് ഹരീഷും. ഇതെന്തിനാടാ ഇപ്പൊ പറയുന്നെന്ന് സുധീഷ് ചോദിക്കെ അതിനെന്താ സംഭവിച്ച കാര്യം തന്നെയല്ലേ പറഞ്ഞെന്ന് ഹരീഷും. അങ്ങനെ കഴിഞ്ഞുപോയ കാര്യങ്ങളൊന്നും ഇടയ്ക്കിടെ ഇങ്ങനെ കുത്തിപ്പൊക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ എന്ന് സുധീഷ് ചോദിക്കെ ഇത് കേട്ടാത്തൊന്നും ഇയാളിപ്പോ ഒന്നും പറയുന്നില്ലെന്ന് എന്ന് ഹരീഷും. അത് കണ്ട് നിധിയും മതി ഇനിയിപ്പോ അതും പറഞ്ഞ് തർക്കിക്കാൻ നിൽക്കണ്ട എന്ന് പറയുമ്പോഴാണ് അച്ഛൻ അങ്ങോട്ട് വന്ന് എന്താ സന്ധ്യയായി തുടങ്ങിയോ വഴക്കെന്ന് ചോദിക്കുന്നത്. വഴക്കൊന്നുമില്ല, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുകയാണെന്ന് സുഭാഷ് പറയേ. സംസാരിക്കേ എന്ന് പറഞ്ഞ അച്ഛൻ അടുക്കളയിലേക്ക് പോവുകയാ. നിങ്ങൾക്കിങ്ങനെ വഴക്കിടാൻ ഒരു കാരണവും വേണമെന്നില്ലേ എന്ന് നിധി സുധീഷിനോടും ഹരീഷിനോടുമായി ചോദിക്കെ ഒരു കാരണവും വേണ്ടെടുത്തി, ചെറുപ്പത്തിലെ ഇവരിങ്ങനെ തന്നെയാ, നമുക്ക് ബോറടിക്കുമ്പോ വല്ല റീല് കാണുകയോ TV കാണുകയോ ഒക്കെ അല്ലേ ചെയ്യാറ്, ഇവരങ്ങനെയല്ല, പരസ്പരം അടിയുണ്ടാക്കിയാണ് ഇവരുടെ ബോറടി മാറ്റുന്നത് എന്ന് നികേഷ് പറയുന്നതുകൾക്ക് തറവാട്ടമ്പലത്തിൽ പോകുമ്പോ അത് മാറാൻ വല്ല വഴിപാടുമുണ്ടോന്ന് നോക്കാമെന്ന് നിധിയും. അപ്പോഴേക്കും അച്ഛൻ അടുക്കളയിൽ നിന്നും ഒരു പ്ലേറ്റിൽ ചോറെടുത്ത് അങ്ങോട്ട് വന്ന് തൂണും ചാരി നിൽക്കുന്ന സുധീഷിനെ തട്ടിമാറ്റി ആ തൂണും ചരിയിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നേരം സുഭാഷ് പറയുന്നുണ്ട്. അച്ഛാ തറവാട്ടമ്പലം എവിടെയാണെന്ന് മനസ്സിലായിന്ന്. മാടായിപ്പാറ ജംഗ്ഷനിൽ നിന്ന് തെക്കോട്ട് താഴോട്ട് പോകുന്ന റോട്ടിലെ 2 ഫർലോങ് പോകുമ്പോ അതായത് 200 മീറ്റർ പോകുമ്പോ വലതു ഭാഗത്ത് കാണാം എന്നച്ഛൻ പറയുന്നതിൽക്ക് അമ്പരപ്പോടെ നോക്കി നിൽക്കുക എല്ലാവരും. അപ്പോ അച്ഛൻ അറിയാമായിരുന്നോ എന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. എന്ത് പൊട്ടത്തരാടാ ചോദിക്കുന്നേ, അറിയില്ലെങ്കിൽ ഞാനിത് പറയോ എന്ന് അച്ഛനും. ഞങ്ങൾ ചോദിച്ചപ്പോ അറിയില്ലെന്നല്ലേ പറഞ്ഞത് എന്ന് നിധി ചോദിക്കെ അപ്പൊ ചോദിച്ചപ്പോ പറയാൻ തോന്നിയില്ല, ഇപ്പൊ ചോദിച്ചപ്പോ പറയണമെന്ന് തോന്നി. അത് കേട്ട് ദേഷ്യത്തോടെ ഇയാളെ ഞാനെന്ന് പറഞ്ഞ് സുധീഷ് അച്ഛന് നേരെ ചെല്ലുന്നുണ്ടെങ്കിലും ഹരീഷ് അവനെ പിടിച്ചു നിർത്തുകയാ. എന്നാ പിന്നത് ഞങ്ങൾ ചോദിച്ചപ്പോ പറയായിരുന്നില്ലേ എന്ന് നിധി ചോദിക്കെ അപ്പോ ഓർമ്മ വന്നില്ലെന്നേ എന്ന് അച്ഛനും.
ഇപ്പൊ എങ്ങനെ ഓർമ്മ വന്നു? ജാതകം ചോദിച്ചപ്പോ ഇതേപോലെ ഓർമ്മയുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ പുതിയത് എഴുതിച്ചപ്പോ അപ്പൊ ഓർമ്മ വന്നു. ഇതതുപോലെ ഞങ്ങൾ തേടി പിടിച്ചപ്പോ ഓർമ്മ വന്നൂല്ലേ എന്ന് ഹരീഷും ചോദിക്കുക. നമ്മുടെ തറവാട്ടിലെ ഭഗവതി രാത്രി ഉറക്കത്തിൽ വന്ന് എന്നോട് പറഞ്ഞു, എന്റെ ഭാസ്കര, നീ എന്റെ അമ്പലത്തിലേക്കുള്ള ആ വഴി മറന്നോ എന്റെ കുട്ടാ? എന്നിട്ട് സ്വപ്നത്തിൽ ഗൂഗിൾ മാപ്പിൽ വഴി കാണിച്ചു തരുന്നത് പോലെ വഴി കാണിച്ചു തന്നു. സോ സിമ്പിൾ എന്ന് അച്ഛനും. സുഭാഷേട്ടാ, നാളെ പോകുമ്പോഴേ ഇങ്ങേരെ കൂടെ കൊണ്ടുപോകുന്നു വേണ്ട കേട്ടോ എന്ന് സുധീഷ് പറയുന്നുണ്ട്. നീ പോടാ എന്ന് അച്ഛനും. എടാ, കുടുംബം മുഴുവനായിട്ട് പോണമെന്നല്ലേ പറഞ്ഞത് എന്ന് സുഭാഷേട്ടൻ ചോദിക്കേ. അതിന് ഇങ്ങനെ നമ്മുടെ കുടുംബത്തിലെ ആളായിട്ട് പെരുമാറിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നമ്മൾ മാത്രം പോയാൽ മതിയെന്ന് നികേഷും പറയുന്നുണ്ട്. എടാ, അത് പറയാൻ നീ ആരാ? ഞാൻ വരും. എന്റെ തറവാട്ടമ്പലത്തിൽ എനിക്ക് വന്ന് തൊഴണമെന്ന് തോന്നിയാൽ ഞാൻ വന്ന് തൊഴും എന്നച്ഛൻ തീർത്തു പറയേ. അതിനിപ്പോ നിങ്ങളെ ഞങ്ങൾ കൊണ്ടുപോയെങ്കിലല്ലേ എന്ന് സുധീഷും. എടാ പൊട്ട, തിരുവനന്തപുരത്തുനിന്ന് മാടായിപ്പാറയിലേക്ക് എത്ര KSRTC ഉണ്ടെന്ന് നിനക്കറിയോ? ഭാസ്കരനെ ഭീഷണിപ്പെടുത്തല്ലേ നീ എന്ന് അച്ഛനും പറയുന്നുണ്ട്. എന്നിട്ട് ഇത്ര കാലമായിട്ടും പോയി തൊഴാൻ തോന്നിയില്ലല്ലോ എന്ന് ഹരീഷ് ചോദിക്കെ. തറവാട്ട് ഭഗവതി സ്വപ്നത്തിൽ വന്നില്ലല്ലോ, അതുകൊണ്ടാ. ഓക്കെ എന്ന് അച്ഛനും. എങ്ങനെയെങ്കിലും പോ, അതിന് ഞങ്ങൾ എന്ത് വേണമെന്ന് സുധീഷും. വീട് സുധീഷേ, അച്ഛനും വരട്ടെ എന്ന് നിധി പറയേ. അങ്ങനെ പറഞ്ഞു കൊടുക്കുമോളെ എന്ന് അച്ഛനും. അല്ല, നാളെ നമ്മൾ എങ്ങനെയാ പോകുന്നത്? എടാ, ഒരു വണ്ടി വിളിച്ചാലോ എന്ന് സുഭാഷേട്ടൻ സുധീഷിനോടായി ചോദിക്കേ. ഏയ്, അതൊന്നും വേണ്ട, ഞാൻ കാർ എടുത്തോളാം എന്ന് സുധീഷും. അത് കേൾക്കെ അച്ഛനും ചിരിയോടെ, അത് കൊള്ളാം. അതിനെ വളയം പിടിച്ച റോഡിൽ വണ്ടിയോട്ടാൻ നിനക്ക് കഴിയില്ലല്ലോ. നിന്റെ ലൈസൻസ് പോലീസ് പിടിച്ചു വെച്ചിരിക്കല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതെനിക്ക് തിരിച്ചു കിട്ടി കേട്ടാ, നാളെ മുതലേ വണ്ടി ഓടിക്കാം എന്നവൻ പറയേ. ഓടിച്ചോ, അതിനെനിക്കെന്താ, ആരുടെയെങ്കിലും മേല് കൊണ്ട് കേറ്റ് എന്ന് പറഞ്ഞ അച്ഛൻ കഴിച്ചു കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴേക്കും, ആദ്യം കയറ്റാൻ പോകുന്നത് നിങ്ങളുടെ ദേഹത്താ എന്ന് പറഞ്ഞ് സുധീഷ് അച്ഛനു നേരെ ചെല്ലുന്നുണ്ട്. ഹരീഷ് അവനെ പിടിച്ചു വെക്കുമ്പോഴേക്കും അച്ഛനും അടുക്കളയിലേക്ക് പോവുകയാ. സുഭാഷും ചിരിയോടെ പറയുന്നുണ്ട്, ശുഭലക്ഷണമാണല്ലോടാ, തറവാട്ടമ്പലത്തിൽ പോവാൻ വിചാരിച്ചപ്പോ തന്നെ ലൈസൻസ് കിട്ടിയല്ലോ എന്ന്. ഈ വിഷയത്തിലെ പാവം ദൈവത്തിനെ അങ്ങ് വിട്ടേക്ക്. 1 മാസമായിരുന്നു അതിന്റെ കാലാവധി. ഇപ്പോ ദൈവം ഇടപെട്ടില്ലായിരുന്നെങ്കിലും 1 മാസം കഴിയുമ്പോൾ പോലീസുകാർ അതങ്ങ് തിരിച്ചു തന്നേനെ എന്ന് സുധീഷ് പറയുന്ന കേൾക്ക്. നിന്റെ പോക്കറ്റിലാണോടാ പോലീസ് ഇരിക്കുന്നതെന്ന് സുഭാഷ് ഏട്ടനും. അരേ ചാന്ദിനി ബഹൻ, ആവോ എന്ന് നികേഷ് സന്തോഷത്തോടെ പറയുന്നു. സുധീഷും സംശയത്തോടെ, അല്ല, നാളെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴേ ചാന്ദിനി ഇവിടെ തനിച്ചാവില്ലേ എന്ന് സുധീഷ് ചോദിക്കേ. ചാന്ദിനിയും കൊണ്ടുപോകണം, അഥവാ ചാന്ദിനി അന്വേഷിച്ചു വരുന്നവര് ഇവിടെ ഉണ്ടെന്ന് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചാൽ തന്നെ 2-3 ദിവസത്തേക്ക് വീട് അടഞ്ഞു കിടക്കുമല്ലോ. അത് നല്ലതല്ലേ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. അത് നല്ല ഐഡിയയാ, അത് മതി എന്ന് പറഞ്ഞു സുഭാഷ് ചാന്ദിനിയോടായി. 1-2 ദിവസത്തേക്ക് ഞങ്ങള് തറവാട്ട് അമ്പലത്തില് തൊഴാൻ പോവുക. ചാന്ദിനി കൂടെ പോന്നോളൂ, ഓക്കെ ഹേ എന്ന് സുഭാഷ് ചോദിക്കും. ടീക്ക് ഹേ എന്ന് ചാന്ദിനിയും. അത് കണ്ട് സുധീഷും ഹരീഷുമെല്ലാം ഓ ടീക്ക് ഹേ എന്ന് പറഞ്ഞ് സുഭാഷ് ഏട്ടനെ കളിയാക്കുന്നുണ്ട്. പിന്നീട് നികേഷ് മൊബൈൽ നോക്കി ചിരിയോടെ ഇരിക്കുന്നത് കണ്ട് അങ്ങോട്ടെത്തിയ സുധീഷും, ഇവൻ എന്താ ഈ ചെയ്യുന്നേ എന്ന് മനസ്സിൽ പറഞ്ഞ് പതിയെ അവന്റെ പുറകിൽ ചെന്ന് മൊബൈലിലേക്ക് നോക്കുക. അത് ശരി, ചാറ്റിങ്ങാ എന്ന് സുധീഷ് ചോദിക്കുമ്പോഴേക്കും നികേഷ് ആ മൊബൈൽ മാറ്റി പിടിക്കുക. എടാ, കുട്ടിയുടെ DP എങ്കിലും ഒന്ന് കാണിച്ചു തടാ എന്ന് സുധീഷ് ചോദിക്കേ. ഇല്ല, ഞാൻ കാണിച്ചു തരില്ലെന്ന് നികേഷും. അതെന്താടാ, ഞാൻ ഫോട്ടോ ഞാനൊന്ന് കണ്ടാലേ എന്ന് സുധീഷ് ചോദിക്കേ. എനിക്ക് സുധീഷ് ഏട്ടനെ വിശ്വാസം. അത് തന്നെ എന്ന് നികേഷും. ഈ എന്നെയോ നീ എന്ത് വർത്താനാടാ ഈ പറയുന്നേ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്വഭാവം എനിക്ക് അറിയാലോ എന്ന് നികേഷും. എടാ നികേഷ്, എന്റെ മനസ്സിൽ നിധി മാത്രമേ ഉള്ളൂവെന്ന് നിനക്ക് അറിഞ്ഞൂടെ എന്ന് സുധീഷ് ചോദിക്കെ. ഇപ്പോ ചിലപ്പോ അങ്ങനെയായിരിക്കും, പഴയ സ്വഭാവം എനിക്ക് അറിയാലോ എന്ന് നികേഷും. എടാ കുട്ട, അതൊന്നും ഇപ്പൊ ഇല്ലടാ, നീ ഒന്ന് കാണിച്ചു തന്നെ നോക്കട്ടെ എന്ന് സുധീഷ് വീണ്ടും ചോദിക്കേ. വേണ്ടേട്ടാ എന്ന് നികേഷും. ഹരീഷിനാണെങ്കിൽ നീ കാണിച്ചു കൊടുക്കുമല്ലോ എന്ന് സുധീഷ് പരിഭവത്തോടെ ചോദിക്കേ. ഹരീഷിട്ടനാണെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കും, കാരണം ഹരീഷിട്ടൻ എനിക്ക് വിശ്വാസാ എന്ന് നികേഷ് പറയേ. എങ്ങനെയാ നിനക്കവളെ പരിചയം അത് പറയുന്ന സുധീഷും. ബസ് സ്റ്റോപ്പിൽ വെച്ച് എന്ന് നികേഷ് പറയേ. എന്താ അവളുടെ പേരെന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. പേരറിയില്ലെന്ന് നികേഷ്. പേരറിയില്ലേ? ചിലപ്പോ സ്വന്തം പേര് വളരെ മോശമായിരിക്കും, അതുകൊണ്ടാവും ഇത് ഇട്ടതെന്ന് സുധീഷും ചിരിയോടെ പറയുന്നുണ്ട്. സുധീഷേട്ടാ, ഞാനൊരു നല്ല ഫീലിംഗിന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, അതിനിടയ്ക്ക് നിങ്ങളെ പോലുള്ള ബൂമറാങ് എന്റെ മൂഡ് കളഞ്ഞാലുണ്ടല്ലോ എന്നവൻ ദേഷ്യത്തോടെ പറയേ. ബൂമറോ? ഞാനോ എന്ന് സുധീഷും. എടാ, ഞാൻ നിന്റെ ചേട്ടനാ, ഒരുമാതിരി ജെൻസി വർത്താനം എന്റെ അടുത്ത് എടുക്കരുത് കേട്ടോ. സംഗതി ഞാൻ മില്ലിയനെയും കിട്ടാ, പക്ഷെ മോനെ കളത്തിലിറങ്ങാൻ തീരുമാനിച്ചാലേ വെറും 2 മിനിറ്റ് മതി. ഏത് പെണ്ണും എനിക്ക് നമ്പർ തരും, അതാണ് ഈ സുധീഷ്. വെറുതെ എന്റെ അടുത്ത് തട്ടീസിറക്കല്ലേ എന്ന് സുധീഷ് ചിരിയോടെ പറയുന്നുണ്ട്. നികേഷും പറയുകയാണ്, ഇതാണ് നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾ എണ്ണത്തിൽ അഭിമാനിക്കുന്നു, ഞങ്ങൾ ക്വാളിറ്റിയിൽ അഭിമാനിക്കുന്നു. എടാ, നീ അങ്ങനെ എന്നെ ഒരു ശലഭമാക്കി കളയൊന്നും വേണ്ട കേട്ടോ. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഓൺലി നിധി എന്നൊക്കെ സുധീഷ് പറയല്ലേ എന്ന് നികേഷ് കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ട്. പക്ഷെ ഒറ്റ പെണ്ണുങ്ങളുടെ അടുത്തും ഈസി ആയി പോകുന്ന ചില നമ്പറുകളെയും നിധിയുടെ അടുത്ത് ചെലവാവുന്നില്ലെന്നേ. അവളെ എങ്ങനെ ട്യൂണാക്കി എടുക്കുമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലെന്നേ എന്ന് സുധീഷ് പറഞ്ഞു തീരുമ്പോഴേക്കും നിധി അവന്റെ പുറകിലെത്തി എന്താ എന്ന് ചോദിക്കുന്നുണ്ട്. നിനക്കെന്താ പെണ്ണിന്റെ ശബ്ദം എന്ന് സുധീഷ് നികേഷിനോടായി ചോദിക്കേ. നികേഷ് കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുക. സുധീഷ് തിരിഞ്ഞു നിൽക്കുമ്പോൾ കാണുന്നത് മുന്നിൽ നിൽക്കുന്ന നിധിയാണ്. ഒരു ഞെട്ടലോടെ അവൻ നിൽക്കെ എന്താ പറഞ്ഞേ എന്ന് നിധി വീണ്ടും ചോദിക്കുന്നുണ്ട്. എന്ത് പറയാൻ, എന്ത്, ഒന്നുമില്ലല്ലോ എന്ന് ചിരിയോടെ സുധീഷ്. അല്ല, എന്തോ ട്യൂൺ ആക്കുന്ന കാര്യം പറഞ്ഞല്ലോ എന്നവൾ ചോദിക്കേ. അത്
ഇവനൊരു പെൺകുട്ടിയെ ബസ് സ്റ്റോപ്പിൽ വെച്ച് വായിൽ നോക്കി ട്യൂൺ ചെയ്ത കാര്യം പറഞ്ഞതാ എന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ ഹലോ, അതിൽ ചെറിയൊരു തിരുത്തുണ്ട്. ഞാനല്ല, ആ പെൺകുട്ടിയാണ് എന്നെ നോക്കുന്നത്. അത് ഏട്ടത്തിക്കും അറിയാലോ എന്ന് നികേഷും പറയുകയായിരിക്കും എന്ന് സുധീഷും അമ്പരപ്പോടെ ചോദിക്കെ ആദ്യം ആ കുട്ടിയായിരുന്നു, ഇപ്പോൾ രണ്ടുപേരും പരസ്പരം തുടങ്ങി എന്ന് നിധിയും ചിരിയോടെ പറയുന്നുണ്ട്. ഇന്ന് ഞാൻ കൂടെ ഇല്ലായിരുന്നു, എന്താടാ ഇന്നും അവളെ കണ്ടോ എന്ന് നിധി ചിരിയോടെ ചോദിക്കെ നികേഷും പറയുന്നുണ്ട്, ഇന്ന് അവൾ എന്നോട് സംസാരിക്കാൻ വന്നു എന്നേ. അവൾ എന്നെ നോക്കി ചിരിച്ചു, ഞാനും തിരിച്ചു ചിരിച്ചു. സംസാരിക്കാനായി അവളെന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങിയതും ആ നശിച്ച ബൈക്ക് അവളുടെ ചെറിയച്ഛൻ വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോയി എന്ന് നികേഷ് പറയുന്നവൾക്ക് ചിരിയോടെ നിൽപ്പാ സുധീഷും. എന്താ കിണിക്കണത് എന്ന് നികേഷ് ചോദിക്കെ എടാ നിന്റെ ഈ നിരാശ മുഖം കണ്ട് ചിരിച്ചു പോയതാ. എടാ അവൾ ഇങ്ങോട്ട് മിണ്ടാൻ വേണ്ടി നമ്മൾ വന്ന് കാത്തു നിൽക്കരുത്, അതിനു മുമ്പേ നമ്മൾ അങ്ങോട്ട് കയറി മിണ്ടണം. ചില ടിപ്സ് ഒക്കെ ഞാൻ പറഞ്ഞു തരാം, നോട്ട് ചെയ്തോ എന്ന് സുധീഷും പറയുന്നുണ്ട്. അത് കേട്ട് നിധിയും ഹലോ, ദയവ് ചെയ്ത് നിങ്ങളുടെ സഹായം വേണ്ട, അവന്റെ കാര്യം അവന് വിട്ടേക്ക്, അവര് ഫ്രണ്ട്സ് ആയിട്ട് അവരുടെ വഴിക്ക് പോട്ടെ എന്ന് നിധി പറയുന്നതുകൾക്ക് ഫ്രണ്ട്സോ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. ആദ്യം അവര് ഫ്രണ്ട്സ് ആവട്ടെന്നേ, എന്നിട്ടല്ലേ ബാക്കി എന്ന് നിധിയും. ആയിക്കോട്ടെ, അപ്പോ അനിയനും ഏട്ടത്തിക്കും കൂടി അങ്ങ് തീരുമാനിക്കാലോ, നമുക്കിതില് റോളില്ലേ എന്ന് പറഞ്ഞ് സുധീഷ് അവിടെ നിന്ന് പോവുകയെ നിധിയും അവന്റെ പുറകെ പോവുകയാ. പിന്നീട് ഹരീഷ് നിധുവിനെ വിളിച്ച് തറവാട്ട് അമ്പലത്തിലേക്ക് പോകുന്ന കാര്യം പറയുകയാ. നിധു സന്തോഷത്തോടെ കോളെടുത്ത് ഹരീഷെ നീ വിളിക്കില്ലെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു എന്ന് പറയേ നാളെ എല്ലാവരും കൂടി തറവാട്ട് അമ്പലത്തിലേക്ക് പോവുകയാ എന്ന് ഹരീഷ് പറയുന്നുണ്ട്. അതെയോ, എപ്പോ വരുമെന്ന് നീതുവും. 3-4 ദിവസത്തെ പൂജ പരിപാടികളാ, അവിടെ താമസിച്ചു ചെയ്യണം, എന്നിട്ടേ വരികയുള്ളൂ എന്ന് ഹരീഷ് പറയേ. അപ്പോ ഹിന്ദിക്കാരിയോ എന്ന് നീതു ചോദിക്കുന്നുണ്ട്. അവരും വരുന്നുണ്ടെന്ന് ഹരീഷ് പറയേ. എന്നാ ഞാനും കൂടി വരട്ടെ എന്ന് നീതു. നീ എങ്ങനെ വരും എന്ന് ഹരീഷ് ചോദിക്കേ. അപ്പോ അവളെങ്ങനെ വരും എന്ന് നീതുവും. എടി അതവളെ വേറൊരാൾക്ക് കെട്ടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക, കൂട്ടിക്കൊണ്ടു പോവാൻ ആള് വരുന്നുണ്ട്. അവൾക്ക് പക്ഷേ ആ കല്യാണം ഇഷ്ടമല്ല, അതുകൊണ്ടാ ഇവിടെ വന്ന് നിക്കണേ. പിന്നെ ഒറ്റയ്ക്കാക്കി പോവാൻ പറ്റുമോ എന്ന് ഹരീഷ് ചോദിക്കുന്നവൾക്ക് എന്റെ വീട്ടിലും എനിക്ക് നിൽക്കാൻ പറ്റിയിട്ടൊന്നുമല്ലല്ലോ നിക്കണേ എന്ന് നീതുവും പരിഭവത്തോടെ പറയുന്നുണ്ട്. നീ ഝാൻസി റാണിയല്ലേ, ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ മിടുക്കുള്ള മിടുക്കി. ചാന്ദിനിക്ക് അതിനുള്ള മിടുക്കൊന്നുമില്ലെന്ന് ഹരീഷും. എന്നാലും എല്ലാവരും കൂടി പോകുന്നു കേട്ടപ്പോ എനിക്കൊരു മോഹം എന്ന് നീതുവും. നമ്മുടെ കല്യാണം കഴിയട്ടെ, ഞാൻ കൊണ്ടുപോവാമെന്ന് ഹരീഷും. എപ്പോ കല്യാണം കഴിക്കും എന്ന് നീതു ചോദിക്കേ. ഏയ് സുഭാഷ് ഏട്ടന്റെ കല്യാണം കഴിഞ്ഞിട്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് ഹരീഷും. അതെപ്പോ കഴിയുമെന്ന് പറ എന്ന് നീതു ചോദിക്കേ. നോക്കുന്നുണ്ട് നീതു, പെട്ടെന്ന് കഴിയുമെന്ന് ഹരീഷും. അടുത്ത വർഷത്തിനുള്ളിൽ ആ കല്യാണവും നമ്മുടെ കല്യാണവും നടക്കുവേ എന്ന് നീതു പറയേ. ഉറപ്പായും നടക്കുമെന്ന് ഹരീഷും. നടന്നാലും ഇല്ലെങ്കിലും നീ എന്നെ തറവാട്ടമ്പലത്തിൽ കൊണ്ടുപോവോ എന്ന് നീതു ചോദിക്കേ. ഓ അതാണോ ഇത്ര വലിയ കാര്യം, ഉറപ്പായിട്ടും കൊണ്ടുപോകും, പോരെ എന്ന് അവനും. വേറെവിടേക്ക് കൊണ്ടുപോകും എന്ന് നീതു ചോദിക്കേ. നീ പറ എന്ന് ഹരീഷും. നമുക്ക് രണ്ടാൾക്കും കൂടി കൊടൈക്കനാൽ പോയാലോ എന്നവൾ ചോദിക്കേ. കല്യാണം കഴിയട്ടെ, കൊണ്ടുപോവാമെന്ന് അവനും. അതിന് കല്യാണമൊന്നും കഴിയണ്ട, ഞാൻ കോളേജിൽ നിന്ന് ടൂർ ആണെന്ന് പറഞ്ഞോളാം, നമുക്ക് രണ്ടുപേർക്കും കൂടി ബൈക്കിൽ പോവാം, നല്ല രസമായിരിക്കും എന്നവൾ സന്തോഷത്തോടെ പറയാ. ഹാ, എന്നിട്ട് വേണം നാട്ടുകാർ കഥയുണ്ടാക്കാൻ, അങ്ങനെയുള്ള എല്ലാ യാത്രകളും കല്യാണം കഴിഞ്ഞിട്ട് എന്ന് ഹരീഷ് പറയുന്നതുകൾക്ക് പരിഭവത്തോടെ ഇരിക്കുന്ന നീതുവിനെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. സുഭാഷും കൂട്ടരും തറവാട്ടമ്പലത്തിലേക്ക് തിരിക്കുന്നതും അവിടെയുള്ള താമസ സ്ഥലത്ത് സുനന്ദയെയും അമ്മായിയെയും എല്ലാം കണ്ടുമുട്ടുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.